സുഡാനിലെ ഗുരുതരമായ ആഭ്യന്തര യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ സൈനികമായി നേരിട്ട് ഇടപെടാത്തതിനോ അല്ലെങ്കിൽ കാര്യമായതും ഫലപ്രദവുമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താത്തതിനോ പിന്നിൽ സങ്കീർണമായ നിരവധി കാരണങ്ങളുണ്ട്. മറ്റു വലിയ ആഗോള പ്രതിസന്ധികളെ ശ്രദ്ധ. റഷ്യ-ഉക്രൈൻ യുദ്ധം കാരണം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സാമ്പത്തികവും സൈനികപരവുമായ ശ്രദ്ധയും വിഭവങ്ങളും പ്രധാനമായും കിഴക്കൻ യൂറോപ്പിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാധ്യമശ്രദ്ധയുടെ കുറവ്. മറ്റ് ആഗോള സംഘർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സുഡാനിലെ ദുരിതത്തിന് ആഗോള മാധ്യമങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. ഇത് ജനങ്ങളുടെയും സർക്കാരുകളുടെയും ശ്രദ്ധ കുറക്കുന്നതിന് കാരണമാകുന്നു. ഇടപെടലിൻ്റെ അപകടസാധ്യതയും നിയമപരമായ തടസ്സങ്ങളുമാണ് മറ്റൊന്ന്. സുഡാനിൽ നടക്കുന്നത് രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിനെ മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യമായി കണക്കാക്കി നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഒഴിവാക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നു. സുഡാനിലെ സൈനിക ശക്തികൾ SAF, RSF വളരെ ശക്തരാണ്. വിദേശ സൈനിക ഇടപെടൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മുൻകാല അനുഭവങ്ങൾ അതിനുള്ള സാക്ഷ്യമാണ്. സോമാലിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സൈനികമായി ഇടപെട്ടതിലെ മോശം അനുഭവങ്ങൾ കാരണം പുതിയൊരു സൈനിക നീക്കത്തിന് മുൻനിര രാജ്യങ്ങൾക്ക് മടിയുണ്ട്. വിദേശ രാജ്യങ്ങളുടെ വിപരീത താൽപ്പര്യങ്ങൾ. യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് പകരം ചില പ്രാദേശിക ആഗോള ശക്തികൾ SAF-നും RSF-നും രഹസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്ന ആരോപണങ്ങളുണ്ട്. ഈജിപ്ത്, ടർക്കി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ SAF-ന് പിന്തുണക്കുന്നു. അതുപോലെ RSF-ന് അറബ് എമിറേറ്റ്സ്, റഷ്യൻ വാഗൺ ഗ്രൂപ്പിൻ്റെ പിൻബലമുള്ള ആഫ്രിക്ക കോർപ്സ് എന്നിവ RSF-ന് പിന്തുണ നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. സുഡാനിലെ സ്വർണ്ണശേഖരത്തിലും ചെങ്കടലിലെ തന്ത്രപരമായ തുറമുഖങ്ങളിലും ചില രാജ്യങ്ങൾക്ക് താൽപ്പര്യങ്ങളുണ്ട്. ചില രാജ്യങ്ങൾ സംഘർഷം നിലനിൽക്കുന്നതാണ് തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് നല്ലതെന്ന് കരുതുന്നു. ഐക്യമില്ലാത്ത അന്താരാഷ്ട്ര സമീപനം. നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയം. സമാധാന ചർച്ചകൾ പലവട്ടം നടന്നെങ്കിലും SAF, RSF നേതാക്കളുടെ കടുംപിടുത്തം കാരണം അവ പരാജയപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ പരാജയം. UN സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയത്തിന് ശക്തമായ ഒരു ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഫലപ്രദമല്ലാത്തതിനാൽ സൈനിക വിഭാഗങ്ങൾ നിയമ നടപടികളെയും വെല്ലുവിളികളെയും ഭയക്കാതെ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. ചുരുക്കത്തിൽ, ലോകരാജ്യങ്ങൾ നേരിട്ട് ഇടപെടാത്തതിന് കാരണം ആഗോള ശ്രദ്ധാകേന്ദ്രമല്ലാതിരിക്കുക, സൈനിക ഇടപെടലിന് വലിയ അപകടസാധ്യത, വിദേശ രാജ്യങ്ങളുടെ പരസ്പര വിരുദ്ധപരമായ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ എന്നിവയാണ്.